വെൽക്കം ടു എക്കണോമിക് എഡിബിൾസ് സെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യനും അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദ ബിഗ് പുഷ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഓപ്ഷൻ എ ജോസഫ് എ ഷുംപീറ്റർ, ഓപ്ഷൻ ബി ജെ എം മീഡ്, ഓപ്ഷൻ സി നിക്കോളാസ് കാൽഡോർ, ഓപ്ഷൻ ഡി റോസ്റ്റെയിൻ റോഡാൻ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റോസ്റ്റെയിൻ റോഡാൻ ആണ്. നമുക്ക് എന്താണ് ബിഗ് പുഷ് തിയറി എന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ബിഗ് പുഷ് തിയറി ഡെവലപ്പ് ചെയ്തത് റോസ്റ്റെയിൻ റോഡാൻ ആണ്. ആ തിയറിയുടെ പേര് പോലെ തന്നെ അല്ലേ, ബിഗ് പുഷ്, അതായത് ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നാൽ മാത്രമാണ് എന്ത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സാധ്യമാകൂ എന്നാണ് റോസ്റ്റെയിൻ റോഡാൻ ബിഗ് പുഷ് തിയറിയിലൂടെ വ്യക്തമാകുന്നത്. അതേപോലെ തന്നെ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അവിടെ വേസ്റ്റ് ആണെന്നാണ് ആര് റോസ്റ്റെയിൻ റോഡാൻ കണക്കാക്കുന്നത്. അതായത് അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസിന് ഒരു വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിന്ന് അതല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് കടക്കണമെങ്കിൽ എന്താണ് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നാലേ സാധിക്കുള്ളൂ. സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അത്തരത്തിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ തിയറിയിലൂടെ റോസ്റ്റെയിൻ റോഡാൻ 3 തരത്തിലുള്ള ഇൻഡിവിസിബിലിറ്റീസിനെ കുറിച്ചിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ആ 3 kinds ഓഫ് ഇൻഡിവിസിബിലിറ്റീസ്. ഇൻഡിവിസിബിലിറ്റീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, സെക്കൻഡ് ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡ്, തേർഡ് ഇൻഡിവിസിബിലിറ്റി ഇൻ സപ്ലൈ ഓഫ് സേവിങ്. അപ്പം 3 കൈൻഡിലുള്ള ഇൻഡിവിസിബിലിറ്റീസ് ആണ് ഇവിടെ വ്യക്തമാക്കിയത്. ഇൻഡിവിസിബിലിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡ്, ഇൻഡിവിസിബിലിറ്റി ഇൻ സേവിങ്, സപ്ലൈ ഓഫ് സേവിങ്. അപ്പം നമുക്ക് എന്താണ് ഫസ്റ്റ് വൺ ഇൻഡിവിസിബിലിറ്റി ഇൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നോക്കാം. അതിൽ ഇൻഡിവിസിബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ റോസ്റ്റെയിൻ റോഡാൻ വ്യക്തമാക്കുന്നത് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ് സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്? ട്രാൻസ്പോർട്ട്, പവർ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ഒക്കെയാണ് എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ചീപ്പ് റേറ്റിൽ ഇലക്ട്രിസിറ്റി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും കുറേ ഇൻഡസ്ട്രീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇലക്ട്രിസിറ്റി എന്താണ് വളരെ ചീപ്പ് റേറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്. അപ്പോൾ എന്താണ് ഫേംസിനൊക്കെ ഒരു മോട്ടിവേഷനാണ് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിൽ കൊടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് മറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രീസൊക്കെ എന്താണ് ലോങ്ങർ പീരീഡിലേക്ക് സ്റ്റേ ചെയ്ത് നിൽക്കും അല്ലേ. അതായത് പവർ ആയാലും ട്രാൻസ്പോർട്ട് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും എന്താണ് ലാസ്റ്റ് ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബിഗ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഡിവിസിബിലിറ്റീസ് ഏതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ ഓവർഹെഡ് ക്യാപിറ്റലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന് ഓർത്താൽ മതി. ഇനി രണ്ടാമത്തതാണ് നോക്കുന്നത് വെച്ചാൽ എന്താണ് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡിൽ അധികം വ്യക്തമാക്കുന്നത് ഇൻഡസ്ട്രീസിൻ്റെ ഒരു മ്യൂച്വൽ സപ്പോർട്ടാണ്. മ്യൂച്വൽ സപ്പോർട്ട് ഈച്ച് അതർ. അതായത് ഒരു ഇൻഡസ്ട്രി മറ്റൊരു ഇൻഡസ്ട്രീസിനെ മ്യൂച്വലി സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് അവിടെ എന്ത് ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സാധ്യമാകുള്ളൂ. കാരണം അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമീസിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊജക്റ്റ് എന്താണ് റിസ്ക് ആണ്. എന്തെന്ന് വെച്ചാൽ അവിടെ അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമീസിൽ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് ആയിരിക്കും. അവിടെ ഇൻകം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ ഡിമാൻഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവും അവിടെ എന്തായിരിക്കും കുറവായിരിക്കും. അപ്പോൾ അവിടെ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം ഇൻഡസ്ട്രീസ് തമ്മിലൊരു മ്യൂച്വൽ സപ്പോർട്ട് വേണമെന്നാണ് രണ്ടാമത്തെ ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് ഡിമാൻഡിൽ കൂടെ റോസ്റ്റെയിൻ റോഡാൻ വ്യക്തമാക്കുന്നത്. അതൊരു ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ OQയിൽ എക്സ് ആക്സിസിൽ OQ ക്വാണ്ടിറ്റിയും Y ആക്സിസ് OP പ്രൈസും ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് MR1ഉം D1ഉം കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ MR1ഉം D1ഉം ഷോ ചെയ്യുന്നത് ഒരു സിംഗിൾ ഫേമിൻ്റെയാണ്. അപ്പോൾ സിംഗിൾ ഫേം എന്താണ് OQ ക്വാണ്ടിറ്റിയിൽ OP പ്രൈസാണ്. OP പ്രൈസിൽ OQ ക്വാണ്ടിറ്റിയാണ് സെല് ചെയ്യണത്. പക്ഷേ അവിടെ ആ ഫേം
ലോസസ് ആണ് ഫേസ് ചെയ്യുന്നത്. അതാണ് ആ സ്മോൾ ആയിട്ടുള്ള ആ റെക്റ്റാങ്കിള് P1CAB ഷോ ചെയ്യുന്നത്. പകരം അവിടെ എന്ത് കൊണ്ടുവന്നു? ബിഗ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. ബിഗ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ അവിടെ എന്താണ്? കുറേ ഇൻഡസ്ട്രീസ് വന്നു. അതാണ് എന്ത് D4ഉം MR4ഉം ഷോ ചെയ്യുന്നത്. അവിടെ OP4 പ്രൈസിൽ OQ4 ക്വാണ്ടിറ്റി ആണ് സെൽ ചെയ്യുന്നതും അവിടെ ഫേം എന്താണ്? പ്രോഫിറ്റ് ആണ് ഇൻകർ ചെയ്യുന്നത്. അതാണ് ആ വലിയ ബിഗ് റെക്റ്റാങ്കിൾ P4RST ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻഡിവിസിബിലിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഒരു ഗ്രാഫാണ് ഷോ ചെയ്തത്. സിംഗിൾ അതായത് സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോഴും അവിടെ ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ വന്ന മാറ്റാണ് ഇതിൽ കൂടെ വ്യക്തമാക്കുന്നത്. ഇനി അടുത്തതാണ് തേർഡ് പോയിന്റ് ആണ് എന്ത്? ഇൻഡിവിസിബിലിറ്റി ഇൻ സപ്ലൈ ഓർ സേവിങ്. എന്താ? അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസിൽ എപ്പോഴും ഇൻകം കുറവായിരിക്കും. ഇൻകം കുറവായാൽ തന്നെ എന്താണ്? അവർക്ക് സേവിങ്ങും വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഇൻക്രീസ് ചെയ്യണം. അത് എപ്പോഴും എന്താണ്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവിനേക്കാളും കൂടുതലായിരിക്കണം എന്ത്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് ആലോചിച്ചാൽ മതി. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഈസ് ഓൾവേസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ആയിരിക്കണം എന്നാണ് റോസ്റ്റൻ റോഡാൻ തിയറിയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ബിഗ് പുഷ് തിയറിക്ക് ഈ 3 ഇൻഡിവിസിബിലിറ്റീസ് ഓഫ് കൂടി കടന്നു പോയാൽ മാത്രം എന്താണ്? അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമീസിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സാധ്യമാകുള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്